ഹണി റോസിനെ പോലെ ഒരാൾ അങ്ങനൊരു നിയമ പോരാട്ടത്തിലേക്ക് ഒരു നീക്കത്തിലേക്ക് കടക്കുന്നു എന്ന് പെട്ടെന്ന് ഞങ്ങൾ മാധ്യമങ്ങളടക്കം ഒരു സെക്കൻഡ് ഒന്നൊരു അത്ഭുതത്തിലാണ് നോക്കിയത്. ശരി, അത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നല്ലേ? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇങ്ങനെ ഒരു സൈബർ അറ്റാക്ക് നേരിടാൻ തുടങ്ങിയിട്ട് നാൾ കുറേ ആയതാണ്, കുറേ വർഷങ്ങളായതാണ്. നിങ്ങൾ പലരും എൻ്റെ അടുത്ത് തന്നെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇതിനൊന്നും പ്രതികരിച്ച് കാണാറില്ലല്ലോ, അത് നിങ്ങളെ അഫക്റ്റ് ചെയ്യാത്തത് കൊണ്ടാണോ, ഓക്കെ ആണോ നിങ്ങൾക്കെന്നൊക്കെ പലപ്പോഴും ഞാൻ ഈ ക്വസ്റ്റ്യൻസ് നേരിട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പറയും, ഞാനത് അതിൻ്റേതായ രീതിയിൽ പുച്ഛിച്ച് കളയുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ അതങ്ങനെ ആ രീതിയിൽ വിടുന്നു. കാരണം ഒരു ലൈംഗിക വൈകൃതമുള്ള കുറച്ച് ആളുകൾ, വളരെ ഒരു ചെറിയൊരു ശതമാനം ആളുകളാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള വൃത്തികേടുകൾ കാണിച്ചു കൂട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ വേറെ കുറേ പോസിറ്റീവ് കമൻസ് നമുക്ക് വരുന്നുണ്ട്, എത്രയോ വരുന്നുണ്ട്. നമ്മൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ ഇതിലേക്ക് എന്തിനു പോകണം എന്നൊക്കെ പല പല കാര്യങ്ങൾ ഞാൻ പറയുമായിരുന്നു. പക്ഷെ എങ്കിലും ഇതെല്ലാം നമ്മളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതായിരുന്നു അതിൻ്റെ റിയാലിറ്റി. അത് നമ്മൾ പലപ്പോഴും അത് മനഃപൂർവ്വം അങ്ങ് മാറ്റി വെച്ച് പോകാം എന്നൊക്കെ പറഞ്ഞാലും ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കമൻറ്റുകൾ, ഇങ്ങനെയുള്ള ബുള്ളിങ്, സ്ലട്ട് ഷെയ്മിങ് ഒക്കെ ഡെഫിനറ്റ്ലി നമ്മളെ ഭയങ്കരമായി ബാധിക്കും. അപ്പം ഇതിനെന്ത് ചെയ്യാമെന്നുള്ള ഒരു ചിന്തയും നമ്മുടെ മനസ്സിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പ് പലതവണ വന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഫാമിലി ആയിട്ടൊക്കെ നമ്മൾ പല തവണയും ഡിസ്കസ് ചെയ്യുകയും പിന്നെ അതിലെ ഒരു വക്കിലേക്ക് വരികയും പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇത് എത്രത്തോളം എഫക്റ്റീവ് ആവണം, ഇതൊരു അവയർനെസ് കൂടി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അത് മേ ബി ഒരു നിയമനിർമ്മാണം പോലുള്ള എന്തെങ്കിലും ഒരു രീതിയിലേക്ക് ഒക്കെ ആലോചനകൾ വന്നതാണ്. എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ കൊടുത്ത ഒരു കേസ് അത് ഈ പറഞ്ഞതുപോലെ നമുക്കൊരു ആ ഒരു ഇൻസിഡൻറ്റിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ആ സമയത്തും നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണ് ഇത് ആവർത്തിക്കരുത് എന്നുള്ള രീതിയിൽ. അതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് വന്നപ്പോഴാണ് ഈ ഒരു കേസുമായിട്ട് മുമ്പോട്ട് പോകാം എന്നുള്ളൊരു ഡിസിഷൻ എത്തിയത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെയും ഒരു വലിയ പരിധി വരെയും ഡ്രാഗ് ചെയ്ത് അതിലേക്ക് കൊണ്ടുപോയി എത്തിച്ചു എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയുള്ളൂ.